ഹലോ ഗൈസ്, ഫസ്റ്റ് ഡേ ഇൻ മഹാബലേശ്വരാണ്. അപ്പോൾ രാവിലെ എണീച്ചത് റൂം തുറന്നാൽ കാണുന്നത് ഈ മനോഹരമായിട്ടുള്ളൊരു വാലിയാണ്. നല്ല തണുപ്പുള്ള രാവിലെയായിരുന്നു. നമ്മൾ താമസിക്കുന്നത് പഞ്ചഗനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തിലാണ്. അവിടെയുള്ള ഒരു റെയിൻ ഫോറസ്റ്റ് റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രഷായി നമുക്ക് റൂമിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് ഓംലെറ്റും പിന്നെ സാൻഡ്വിച്ചും പിന്നെ കോഫി ടീ പിന്നെ ആലു പറാത്ത പനീർ പറാത്ത അതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായി. ഇപ്രാവശ്യം നമ്മളങ്ങനെ ഹറിബറി ആയിട്ട് കറങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ 3 ദിവസം ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ ഓരോരോ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് പോകാമെന്നായിരുന്നു തീരുമാനം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വിൽസൺ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പഞ്ചഗനി പറഞ്ഞ സ്ഥലത്തിൻ്റെ 360 വ്യൂ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പോകുന്ന വഴിക്ക് നല്ല ഭയങ്കരമായിട്ടുള്ള കാടൊക്കെ ആയിരുന്നു. നല്ല ഒരു തണുത്ത കാറ്റും ഒരു തണുപ്പും ഉണ്ടായിരുന്നു. ചെറിയൊരു വെയിലുണ്ടെങ്കിലും നമുക്ക് ഈ തണുപ്പുള്ളത് കൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല അത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ പോയ സമയം വന്നിട്ട് ഒരു 11 മണി ആ സമയമായിരുന്നു. ആ സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കൂടുതൽ ആൾക്കാരും സൺറൈസ് കാണാൻ അല്ലെങ്കിൽ സൺസെറ്റ് കാണാനൊക്കെയാണ് ഇവിടെ വരാറ്. ആക്ച്വലി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ അറിയാണ്ട് വന്നതാണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്വതന്ത്രമായിട്ട് അവിടെ കുറേ നേരം വിഹരിച്ചു, കുറേ നേരം കൂക്കി നിലവിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ കുറേ പരന്ന് കിടക്കുന്ന ഗ്രാസ് ലാൻഡുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ല അടിപൊളി കോടയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. നമ്മൾ വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ മഴ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാണിക്കുന്നുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ കുറേ നല്ല വിഷ്വൽസ് കാണിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.